മുള്ളൻ പന്നികളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞാലോ? പേരിൽ മാത്രമേ ഇവയ്ക്ക് പന്നിയുള്ളൂ. പന്നികളുമായി ഒരു ബന്ധവും മുള്ളൻ പന്നിക്കില്ല. നമ്മുടെ അണ്ണാനും എലിയും പെരിച്ചാഴിയും ബീവറുമൊക്കെ ഉൾപ്പെടുന്ന റോഡെന്റിയ ഓർഡറിൽപ്പെടുന്ന കരണ്ടുതീനികളുടെ വിഭാഗത്തിൽപ്പെട്ട ജീവികളാണിവ. ജീവിതകാലം മുഴുവനും വളർന്നുകൊണ്ടിരിക്കുന്ന ഉളിപ്പല്ലുകൾ വായിൽ മുകളിലും താഴെയുമുള്ളതാണ് ഇവരുടെ പ്രത്യേകത. ലാറ്റിൻ ഭാഷയിൽ പന്നി എന്നർത്ഥം വരുന്ന പോർക്കസ് എന്ന വാക്കും മുള്ളെന്നർത്ഥം വരുന്ന സ്പൈന എന്ന വാക്കും ചേർന്നാണ് പോർക്യുബിൻ എന്ന പേരിലേക്ക് പാവങ്ങളെത്തിയത്. ലോകത്തെങ്ങുമായി 2 കുടുംബങ്ങളിലായി നിരവധി ഇനം മുള്ളൻ പന്നികളുണ്ട്. ആഫ്രിക്ക, ഏഷ്യ, ദക്ഷിണ യൂറോപ്പ് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ഓൾഡ് വേൾഡ് മുള്ളൻ പന്നികളും വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗം എന്നിവിടങ്ങളിൽ മാത്രമുള്ള ന്യൂ വേൾഡ് മുള്ളൻ പന്നികളുമാണ് കുടുംബാംഗങ്ങൾ. ഇവർ തമ്മിൽ വലിയ സാമ്യമൊന്നുമില്ല എന്നതുകൂടാതെ അമേരിക്കൻ മുള്ളൻ പന്നികൾ മരങ്ങളിൽ കഴിയുന്നവരുമാണ്. കരണ്ടുതീനി വർഗ്ഗക്കാരിൽ വലിപ്പത്തിൽ 3ാമതുള്ളവരാണ് മുള്ളൻ പന്നികൾ. 11 മുതൽ 18 കിലോ ഭാരവും 70 മുതൽ 90 സെന്റിമീറ്റർ വരെ നീളവും ഉള്ളവരാണ് നമ്മുടെ നാട്ടിലെ പഹയന്മാർ. എന്തുണ്ടായിട്ടെന്താ, പേരിലൊരു പന്നിയുള്ളതിനാൽ പോയില്ലേ ഗമ. പന്നി മാംസ കൊതിയന്മാർക്ക് പണ്ട് മുതലേ വലിയ ഇഷ്ടം തന്നെയാണ് ഇവരെ. പോരാത്തതിന് വലിയ ഔഷധശക്തിയുണ്ട് എന്ന വ്യാജാവകാശവാദങ്ങളുടെ തള്ളുകൂടിയുണ്ട് താനും. പക്ഷേ ഇവർ പെരിച്ചാഴികളുടെയൊക്കെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. ഓടി രക്ഷപ്പെടുവാനും തിരിച്ചാക്രമിക്കുവാനും ഒന്നും കഴിവില്ലാത്തതിനാൽ പരിണാമപരമായി അതിജീവനത്തിനായി ആർജിച്ചതാണ് ഈ മുൾപ്പന്ത് ശരീരം. രോമം തന്നെയാണ് മുള്ളായി മാറിയിരിക്കുന്നത്. കെരാറ്റിൻ കൊണ്ട് നിർമ്മിച്ചതും ഉള്ളുപൊള്ളയായതുമായ നേർത്ത നീളം കൂടിയ മുള്ളുകളും തടിച്ച് നീളം കുറഞ്ഞ മുള്ളുകളും മുകളിലും അടിയിലുമൊക്കെയായി ക്രമീകരിച്ചിട്ടുണ്ടാകും. ഒന്നിടവിട്ട് കറുപ്പും വെളുപ്പും അടയാളങ്ങളോടുകൂടിയ കറുപ്പോ കടും ബ്രൗൺ നിറമോ ഉള്ളതാണ് മുള്ളുകൾ. അരികുകളിലെ നീളൻ മുള്ളുകൾ അല്പമൊക്കെ വളയ്ക്കാൻ കഴിയുന്നവയാണ്. ഏറ്റവും കൂടുതൽ നീളമുള്ള രോമങ്ങൾ കഴുത്തിലും ചുമലിലുമാണ് ഉണ്ടാവുക. ഒരു വട്ടപ്പാവാട ചുറ്റിയ പോലെ തോന്നും കാഴ്ചയിൽ. ഈ മുള്ളുകൾക്ക് 51 സെന്റിമീറ്റർ വരെ നീളമുണ്ടാകും. എങ്കിലും ഭൂരിഭാഗം മുള്ളുകളും 15 മുതൽ 30 സെന്റിമീറ്റർ വരെ നീളമുള്ളവയായിരിക്കും. പിറകുവശത്തെ ഉറപ്പുള്ള നീളം കുറഞ്ഞ മുള്ളുകൾ കൂട്ടമായാണ് ഉണ്ടാവുക. ഇവയാണ് ശത്രുക്കളുടെ ദേഹത്ത് കുത്തിക്കയറി ഇവരെ രക്ഷിക്കുന്നവ. ഓരോ രോമവും അതിൻ്റെ അടിയിലെ പേശിയുമായി നേരിട്ട് ബന്ധിച്ചിട്ടുള്ളതിനാൽ ഇഷ്ടം പോലെ അത് ഉയർത്തുവാനും താഴ്ത്തുവാനും ചെറുതായി ചലിപ്പിക്കുവാനും ഇവർക്ക് കഴിയും. നമുക്ക് രോമാഞ്ചമുണ്ടാകുമ്പോൾ രോമം എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെയല്ല എന്ന് സാരം. ഭയപ്പെടുമ്പോഴും ശത്രുവിനെ പേടിപ്പിക്കുവാനും ശരീരവലിപ്പം കൂടുതൽ തോന്നിപ്പിക്കുവാനുമൊക്കെ മുള്ളുകൾ എഴുന്നു പിടിക്കുന്നത് കൊണ്ട് പറ്റും. കൂടാതെ ഉള്ളുപൊള്ളയായ മുള്ളുകളെ കുലുക്കി അനക്കി ശബ്ദമുണ്ടാക്കുകയും പേടിപ്പിക്കുവാൻ അറിയാം. എന്നിട്ടും ശത്രു ഒഴിയാതെ നിൽക്കുകയും ആക്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവസാനം മുഖം നോക്കാതെ നടപടിയെടുക്കും. തലതിരിച്ച് മുള്ളുകൾ ഉയർത്തിപ്പിടിച്ച് പുറകോട്ട് വേഗത്തിൽ നീങ്ങും. തലഭാഗം മുൾക്കവചമില്ലാത്തതിനാൽ സുരക്ഷിതമല്ല എന്നതിനാൽ തല രക്ഷിക്കാൻ കൂടിയാണ് ഈ തിരിഞ്ഞു നിൽപ്പ്. പക്ഷേ ഇവർക്ക് ശരീരം കുലുക്കി ശത്രുക്കൾക്ക് നേരെ ഈ മുള്ളുകൾ തൊടുത്തു വിടാൻ കഴിയും എന്ന ഒരു അന്ധവിശ്വാസം പലർക്കുമുണ്ട്. ഈ പ്രത്യേക കഴിവുണ്ടെന്ന വിശ്വാസത്താൽ എയ്യൻ പന്നി എന്നുവരെ പേരുമുണ്ട്. പക്ഷേ അത്തരം കഴിവൊന്നും മുള്ളൻ പന്നിക്കില്ല. ആക്രമണത്തിനിടയിലെ കുലുക്കലിൽ പൊഴിയാറായ പഴയ മുള്ളുകളിൽ ചിലത് താഴെ വീഴുമെന്ന് മാത്രം. അവ യാദൃശ്ചികമായി ആക്രമിയുടെ ദേഹത്ത് കൊണ്ടെന്നും വരാം. ഓട്ടത്തിനിടയിൽ കുറേ എണ്ണം പൊഴിഞ്ഞു വീഴുന്നത് ടയറിൽ അള്ളു വെക്കുന്നത് പോലെ തുരുത്തുന്ന മൃഗങ്ങളുടെ കാലിൽ കൊണ്ട് ഓട്ടം നിർത്തിപ്പിച്ച് സഹായിക്കുകയും ചെയ്യും. നല്ല മൂർച്ചയുള്ള കൂർത്ത ഉറപ്പാർന്ന മുനയുള്ള ഈ മുൾരോമം കുത്തിക്കയറുന്നതോടെ കഥ മാറും. പുലികളും കടുവകളും ഇതിനു മുന്നിൽ സുല്ലു പറയും. തീറ്റ കിട്ടിയ ആക്രാന്തത്തിൽ ഇതിനെ കയറി പിടിക്കുവാൻ ശ്രമിച്ചാൽ പണി പാളും. മുള്ളുകളുടെ അഗ്രഭാഗം പ്രത്യേക സ്വഭാവമുള്ളതാണ്. ഉള്ളിലേക്ക് കയറിയതുപോലെ വേഗത്തിൽ കുടഞ്ഞു കളഞ്ഞ് ഒഴിവാക്കാമെന്ന് കരുതേണ്ട. വലിച്ചാൽ ഊരിക്കിട്ടത്തക്ക വിധം ലോക്ക് ചെയ്യപ്പെടുമെന്ന് മാത്രമല്ല, ദേഹത്തെ മസിലുകൾ വേദന കൊണ്ട് സങ്കോചിക്കും തോറും കുറേശ്ശെയായി ഇത് ആഴത്തിലേക്ക് ആഴ്ന്നു പോയിക്കൊണ്ടേയിരിക്കും. മുള്ളുകളുടെ 1.5 ഇഞ്ച് മുനഭാഗം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ആയിരക്കണക്കിന് മൈക്രോസ്കോപ്പിക് ശൽക്കങ്ങൾ കാണാം. പിറകിലേക്ക് മുനയുള്ള വജ്രരൂപികളായ ആരുകൾ ഒന്നിനു മീതെ ഒന്നായുള്ള അടരുകളായി ഷിംഗിൾസ് ഷീറ്റ് പോലെ ചേർന്ന് കിടക്കുന്നത് കാണാം. സാധാരണ ഉണങ്ങി നിൽക്കുന്ന സമയങ്ങളിൽ അവ പരസ്പരം ഒട്ടിക്കിടക്കും. ഉള്ളിലേക്ക് കയറുന്ന നേരം ഇവ ചേർന്ന് നിന്ന് മുനയായി പ്രവർത്തിക്കുമെങ്കിലും മാംസത്തിനുള്ളിലെത്തിയാൽ അവിടുത്തെ ചൂടും നനവും ഏൽക്കുന്നതോടെ ഇവ പൊങ്ങി ഉയരും. അതോടെ ഈ മുള്ളിന് പിറകിലേക്ക് നീങ്ങാൻ പറ്റാത്ത കൊളുത്തുകളായി അവ മാറും. എങ്കിലും മുന്നോട്ടുള്ള സഞ്ചാരം തടസ്സപ്പെടുത്തുകയുമില്ല. മസിലുകൾ
വേദന കൊണ്ട് സങ്കോചിക്കുന്നതനുസരിച്ച് ഇവ കൂടുതൽ ആഴത്തിലേക്ക് സ്വയം സഞ്ചരിച്ച് ലോക്കായിക്കൊണ്ടേയിരിക്കും. വലിച്ചൂരാൻ ശ്രമിച്ചാൽ കൊളുത്തി മുറിവും വേദനയും ഉണ്ടാക്കും. അതിനാൽ തന്നെ പുള്ളിപ്പുലികൾ പോലും പലപ്പോഴും കയ്യിലും മുഖത്തും വായിലും കൊണ്ട മുള്ളുകൾ നീക്കം ചെയ്യാൻ പല സർക്കസും നടത്തും. കുറച്ചു ദിവസം കൊണ്ട് ഭക്ഷണം കഴിക്കാനാവാതെ പട്ടിണി കിടന്ന് ചത്തുപോകാറുമുണ്ട്. കണ്ണിൽ കൊണ്ടാൽ പതുക്കെ കാഴ്ച നഷ്ടമാവുകയും ചെയ്യും. ഭീഷ്മരുടെ ശരപഞ്ചരം പോലെ മുഖത്തു നിറയുന്ന മുള്ളുകളുമായി വളർത്തുനായ്ക്കൾ പൊന്തകളിൽ ഇവരുമായി യുദ്ധം കഴിഞ്ഞ് കീ 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 എന്ന് കരഞ്ഞ് ഓടി വരാറുണ്ട്. ഇവരുടെ മുള്ളുകൾ യജമാനൻ എങ്ങനെയെങ്കിലും നീക്കം ചെയ്തു കൊടുക്കുമെങ്കിലും പുലികളെയും കാട്ടുമൃഗങ്ങളെയും മുള്ളെടുത്ത് സഹായിക്കാൻ ആരുമില്ലാത്തതിനാൽ ഈ മുള്ളുകൾ അവരുടെ അന്തകരാകും. മുള്ളുകൾ രോമം പോലെ തന്നെ കുറച്ചുനാൾ കഴിയുമ്പോൾ പൊഴിഞ്ഞു പോകും. അവിടെ പുതിയ രോമം വളരും. വളർച്ച പൂർത്തിയായാൽ അതിൻ്റെ വേരുഭാഗം അടയുകയും ആവശ്യമുള്ളപ്പോൾ വേഗത്തിൽ പൊഴിക്കാൻ കഴിയും വിധമുള്ള ഒരു സോക്കറ്റായി രോമക്കുഴി മാറുകയും ചെയ്യും. അതിനാൽ മുള്ളു പൊഴിയുമ്പോൾ രക്തം പൊടിയുകയും ചെയ്യില്ല. നമുക്ക് രോമാഞ്ചമുണ്ടാകുമ്പോഴും അതിഭയങ്കരമായി പേടിച്ചാലും രോമം എഴുന്നു നിൽക്കും എന്നതുപോലെ ഇവർ പേടിച്ചാണോ ഉള്ളത്, അസ്വസ്ഥനാണോ, ആക്രമിക്കാൻ സന്നദ്ധമായ നിൽപ്പാണോ എന്നൊക്കെ മുള്ളിൻ്റെ വിതർപ്പ് നിൽപ്പ് നോക്കി മനസ്സിലാക്കാം. കാർട്ടൂൺ സിനിമകളിൽ ഷോക്കടിച്ചാൽ തലമുടി മുള്ളു പോലെ നിൽക്കുന്നത് വരച്ചു വെച്ചതുപോലെ തോന്നും ഇവരെ കണ്ടാൽ. ജീവനുള്ള ഒരു മുൾപ്പന്തായി മാറുന്നത് സ്വയരക്ഷയ്ക്കാണ്. വേഗത്തിൽ ഓടി രക്ഷപ്പെടാൻ കഴിയില്ല എന്നതുകൂടാതെ ദേഹം മുഴുവൻ മുള്ളുള്ള അഹങ്കാരത്താൽ ആരെയും അങ്ങോട്ട് പോയി ആക്രമിക്കാറുമില്ലാത്ത പേടിത്തൊണ്ടന്മാരാണ്. ഇവരിലെ ആണും പെണ്ണും വലിപ്പത്തിൽ വലിയ വ്യത്യാസമില്ല. പ്രധാനമായും സസ്യഭാഗങ്ങൾ കരണ്ട് തിന്നുന്നവരാണെങ്കിലും ചില ഷഡ്പദങ്ങളെയും ചെറുജീവികളെയും തിന്നും. മരത്തിന്റെ അകംതൊലി കരണ്ട് തിന്നലാണ് ഇഷ്ടം. മുളകളും വേരുകളും കിഴങ്ങുകളും വിത്തുകളും ഒക്കെ തിന്നും. രാത്രി സഞ്ചാരികളായ ഇവർ പകൽ പാറയിടുക്കുകളിലും മണ്ണിനടിയിലുമുള്ള മാളങ്ങളിൽ കഴിയും. രാത്രി പുലരുവോളം തീറ്റാന്വേഷണം തന്നെ. നല്ല നിലാവുള്ള ദിവസം അത്ര ഇഷ്ടമല്ല. രാത്രി ദൈർഘ്യം 7 മണിക്കൂറിൽ കുറവുള്ള പ്രദേശങ്ങളിൽ ജീവിക്കാൻ ഇഷ്ടമല്ല ഇവയ്ക്ക്. നേരിയ അളവിൽ ലവണങ്ങൾ അടങ്ങിയ തീറ്റ പോലും മണത്തറിഞ്ഞ് കരണ്ട് തിന്നും. രോമങ്ങൾ ഉറപ്പുള്ള മുള്ളുകളായി വളരാൻ വേണ്ട കാൽസ്യം ലഭിക്കാനായി മണ്ണിൽ വീണുകിടക്കുന്ന എല്ലുകളും പൊഴിച്ചിട്ട മാൻകൊമ്പുകളും കരണ്ട് ചവച്ച് അരയ്ക്കുന്ന സ്വഭാവമുണ്ട്. മുള്ളൻ പന്നിയെ പോലെ തന്നെ പേരിലെ പന്നിയാൽ തെറ്റിദ്ധരിക്കപ്പെട്ട വേറൊരാൾ കൂടിയുണ്ട്, ഗിനി പന്നികൾ. ഇവരും പന്നി വർഗത്തിൽപ്പെടാത്ത ഒരു സാധു വളർത്തുമൃഗമാണ്. ആഫ്രിക്കൻ തീരങ്ങളിലെ ഗിനി പ്രദേശവുമായി ഇതിന് ഒരു ബന്ധവുമില്ല. ഇവ ദക്ഷിണ അമേരിക്കയിലെ ആൻഡീസ് പർവ്വത പ്രദേശത്ത് പണ്ട് ജീവിച്ചിരുന്ന ഏതോ ജീവിയെ മെരുക്കി വളർത്തിയുണ്ടാക്കിയ ജീവിയാണ്. പല ഔഷധങ്ങളുടെയും പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനാൽ ലോകത്ത് എല്ലാവർക്കും ഗിനി പന്നികളെ അറിയുകയും ചെയ്യും. എങ്കിലും പലരും അതൊരു പന്നി വർഗ്ഗക്കാരാണ് എന്നാണ് കരുതുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.